2025 ഇതാ വന്നെത്തിയിരിക്കുന്നു. 2024 നമ്മൾ വിട പറയുകയാണ്. ഈ മനോഹരമായ സായം സന്ധ്യയിൽ കോഴിക്കോടിൻ്റെ മണ്ണിൽ നമ്മൾ ഒരുമിക്കുകയാണ്. മാനാഞ്ചിറയുടെ മൈതാനത്ത് സ്വപ്നസമാനങ്ങളായ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് താളമേളങ്ങളും ഗസലുകളും അടക്കം സംഗീത വിരുന്നുകൾ ഒരുക്കിക്കൊണ്ട് നിങ്ങളുടെ പുതുവർഷം ആഘോഷിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് ഇതാ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫൺ ട്രാവൽ ആൻഡ് മൂവീസിൻ്റെ പുതിയ എപ്പിസോഡിൽ അത്തരത്തിലുള്ള കോഴിക്കോടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് പകർത്തിയിരിക്കുന്നത്. എല്ലാവരെയും ആ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് മാനാഞ്ചിറയിൽ ഒരുക്കിയിരിക്കുന്നത് വർണ്ണശബളമായ കാഴ്ചകളാണ്. വിപുലമായ ഇത്തരത്തിലുള്ള ദീപാലങ്കാരങ്ങളും അതിവിപുലമായ തരത്തിലുള്ള മറ്റ് സംഗീത വിരുന്നുകളുമടക്കം കാഴ്ചക്കാരെ ഒന്നടങ്കം ആഹ്ലാദിപ്പിക്കുന്ന ഒരു വലിയൊരു സംഗീതം തന്നെയാണ് മാനാഞ്ചിറ മൈതാനത്തിൽ നമ്മളേവരെയും കാത്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല നാടുകളിൽ പോയി അവിടെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അവിടെയുള്ള കാഴ്ചകൾ പകർത്തുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ നമ്മൾ കാണാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ കാണാൻ മറന്നു പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം എപ്പോഴും ഉള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഇത്തരം കാഴ്ചകൾ ഒരുക്കുകയും അവിടേക്കുള്ള പ്രവേശനം ഏതൊരു സാധാരണക്കാരനും സാധിക്കുന്ന വിധത്തിൽ ഫ്രീ ആയി നൽകുകയും ചെയ്തിരിക്കുന്ന സർക്കാരിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ പുതുവർഷത്തിൽ വളരെ മനോഹരമായ മായാക്കാഴ്ചകളുമായി കോഴിക്കോട് നിങ്ങളെവരെയും കാത്തിരിക്കുന്നു. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ മാനാഞ്ചിറയിലെ മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അവിടേക്ക് പോകാനോ കാണുവാനോ ഉള്ള അവസരം കിട്ടിയിരുന്നില്ല. എന്തായാലും ഈ ആഴ്ച അവിടെ പോകണം, കാണണമെന്ന് എല്ലാവരും ഒരുമിച്ചാണ് തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ അവിടെ ചെന്ന സമയത്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യം മാനാഞ്ചിറയിൽ കറങ്ങി വന്ന സമയത്ത് BM സ്കൂളിൻ്റെ എതിർവശത്തായി വണ്ടികൾ പാർക്ക് ചെയ്യുന്നതായി കണ്ടു. സാധാരണഗതിയിൽ അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാറുണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എല്ലാവരും പാർക്ക് ചെയ്യുന്നത് കണ്ട സമയത്ത് നമ്മളും ഒന്ന് ശങ്കിച്ചു നിന്നുപോയി. പോലീസിനെ അവിടെ എങ്ങാനും കണ്ടു കിട്ടുമോ, പാർക്ക് ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുവെങ്കിലും കാണാൻ സാധിച്ചില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളും നേരെ മാനാഞ്ചിറയിലേക്ക് വെച്ച് പിടിച്ചു. LED ബൾബുകളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വർണ്ണവിസ്മയങ്ങളാണ് ഞങ്ങളെ ഏറ്റവും അധികം ആകർഷിച്ചത്. പല വർണ്ണങ്ങളിലും പല രൂപങ്ങളിലുമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഹിമക്കരടി, അതുപോലത്തെ ദിനോസറുകൾ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള രൂപങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചയായിരിക്കും.
അതുപോലെ തന്നെ 2025 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ ആളുകളുടെ തിരക്ക് തന്നെ കാണാൻ സാധിച്ചു. ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകളാണെങ്കിൽ മറുഭാഗത്ത് പോയി കഴിഞ്ഞാൽ നല്ല സംഗീത വിരുന്നുകൾ ഒരുക്കുന്ന കാഴ്ചയും ഈ മൈതാനത്ത് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ പുതുവർഷം കോഴിക്കോട് അടിച്ചു പൊളിക്കുക തന്നെയാണ്. ഇത്തരത്തിലുള്ള LED കാഴ്ചകൾക്ക് ഇടയിലും ബലൂണുകളും മറ്റ് സാധനങ്ങളും വിൽക്കുന്ന കൊച്ചു വിൽപ്പനക്കാരെ ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള ബലൂണുകൾ വാങ്ങുന്നതിനായിട്ട് ചുമ്മിക്കരയുന്ന കൊച്ചു കുരുന്നുകളെയും അവർക്കത് വാങ്ങി നൽകിക്കൊണ്ട് നടന്നു നീങ്ങുന്ന മാതാപിതാക്കളുമെല്ലാം ഈ കാഴ്ചയുടെ ഭാഗമാണ്. ഈ LED കാഴ്ചയുടെ ഇന്ദ്രജാലങ്ങൾക്കപ്പുറം മാനാഞ്ചിറയിൽ തലയോർത്ത് നിൽക്കുന്ന വലിയ വൃക്ഷലതാദികളും മറ്റുമെല്ലാം ഈ കാഴ്ചയുടെ മാറ്റ് ഒരുപാട് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് LED സ്തൂപങ്ങൾക്ക് അടുത്തായി കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ, മറ്റ് പലതിലേക്കും അവരുടെ ശ്രദ്ധകൾ മാറിപ്പോകുമ്പോൾ അവരെ തിരിച്ചു വിളിക്കുന്ന മാതാപിതാക്കൾ എല്ലാം ഈ കാഴ്ചയുടെ ഒരു ഭാഗമാണ്. നമ്മളിവിടെ വന്ന് ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിൽ സമയം എപ്പോഴാണ് പോയതെന്ന് ഒരിക്കലും നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. കാരണം ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്തേക്ക് തീർച്ചയായിട്ടും 2-3 മണിക്കൂറുകൾ എവിടെ പോയി എന്ന് നമ്മൾക്ക് പോലും വിസ്മയം തോന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. കാരണം അത്രമാത്രം വളരെയധികം കാഴ്ചയ്ക്ക് കണ്ണിനും മനസ്സിനും ഇമ്പം നൽകുന്ന ഇത്തരത്തിലുള്ള ഒരു ദൃശ്യവിസ്മയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. തീർച്ചയായിട്ടും അവസാനം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു സായാഹ്നം നമ്മൾ ആഘോഷിച്ചു എന്നുള്ള ഒരു അനുഭൂതി നമ്മളിൽ ബാക്കിയാകും. കോഴിക്കോടിൻ്റെ മണ്ണിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പുതുവത്സര ആഘോഷങ്ങൾ നമ്മൾക്ക് എല്ലാ സമയത്തും പ്രിയപ്പെട്ടതാണ്. കലയെയും കലാകാരന്മാരെയും ഇത്രയേറെ സ്നേഹിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും നാടുണ്ടോ കോഴിക്കോട് പോലെ? ഇവിടെ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ മറുഭാഗത്ത് ഒരു സംഗീത നിശ അരങ്ങേറുകയാണ്. ഗസലിൻ്റെ താളമേളങ്ങളുടെ ആ സംഗീത നിശയിൽ ആടിപ്പാടാൻ കോഴിക്കോട്ടിൻ്റെ എന്നും കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ. കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് LED തോരണങ്ങൾക്ക് ഇടയിലൂടെ മറ്റ് കാഴ്ചക്കാരെ പിന്നിട്ടുകൊണ്ട് മാനാഞ്ചിറയുടെ നടവഴികളിലൂടെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. വഴിയിലെല്ലാം ധാരാളം ആളുകൾ സെൽഫി എടുത്തുകൊണ്ടും മറ്റു തരത്തിലുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ടും നിൽക്കുന്നുണ്ടായിരുന്നു. ആഘോഷത്തിൻ്റെ ഈ രാവിൽ കോഴിക്കോട്ട് നമ്മളും പങ്കുചേരുന്നു.
മാനാഞ്ചിറയുടെ ഇത്തരത്തിലുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ വാഹനവുമായി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആവശ്യത്തിന് വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് കുറവുണ്ട്. ഇന്ന് തന്നെ നമ്മൾ കാണാൻ സാധിച്ചത് മാനാഞ്ചിറയുടെ ചുറ്റുഭാഗവും വാഹനം പാർക്ക് ചെയ്യുന്ന ആളുകളെയാണ്. പോലീസ് അധികാരികളൊന്നും തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നില്ല. പ്രോത്സാഹനജനകമായിട്ടുള്ള സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജനസാഗരം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നേരത്തെ വാഹനം പാർക്ക് ചെയ്യുകയും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സീറ്റുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മളുടെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി സംഗീത നിശയുടെ ചെറിയ കാര്യങ്ങളും കൂടെ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകൾ പൂർത്തിയാക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.